ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ആണെന്ന് നിങ്ങൾ ഒരു വിദ്യാർത്ഥിയോ ഓഫീസിൽ പോകുന്നൊരു വ്യക്തിയോ ആരോ ആയിക്കൊള്ളട്ടെ, എല്ലാവരും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ശ്രദ്ധയില്ലായ്മ. ഒരു കാര്യം ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഓക്കെ, അത് കഴിയുമ്പോൾ പതിയെ നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ച് ആദ്യം ഇരുന്നിരുന്നാലും ശരി തന്നെ പതിയെ ആ ഒരു കാര്യത്തെ ഡീവേറ്റ് ചെയ്ത് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മളെ ശ്രദ്ധ മാറുകയും നമുക്ക് ആ കാര്യം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇത് എല്ലാവർക്കും പതിവായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ബ്രെയിനിന് ഒരു മസിലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. മസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജിമ്മിലായിരുന്നാലും നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ആദ്യമേ ഒരു ഹെവി വെയിറ്റ് ഒന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയൊന്നുമില്ല. പതിയെ എന്ന് പറയുമ്പോൾ ഒരാഴ്ച ജസ്റ്റ് നിങ്ങൾ പോയി ഒരാഴ്ച ആകുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ ചേഞ്ചസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വയം മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് എന്തുമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായെന്ന്. വെറുതെ നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ കാര്യം നോക്കാം. നമുക്ക് നോക്കുമ്പോൾ വലിയ തീവ്രതയൊന്നും ഇല്ലാതെ വലിയ ശക്തിയൊന്നും ഇല്ലാത്തവർക്ക് പലപ്പോഴും തോന്നപ്പെടാം ചിലപ്പോഴൊക്കെ. എന്നാൽ ഒരു മാഗ്നിഫിക്കേഷൻ ഗ്ലാസ്, നമ്മുടെ ലെൻസ് ഉണ്ടല്ലോ, അത് വെച്ച് ജസ്റ്റ് ആ ഒരു സൂര്യപ്രകാശത്തെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് അതിനെ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ വെളിച്ചവും അതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചൂടും ഒരു പേപ്പറിനൊക്കെ സുഖമായിട്ട് കത്തിക്കാൻ പറ്റും. നമ്മളെ ചെറുതിൽ കളിക്കാറുള്ള കാര്യമാണല്ലേ. അങ്ങനെ ആ ഒരു സൂര്യപ്രകാശത്തിലെ ഒരു സ്പെസിഫിക് സ്പോട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിന് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ കാര്യവും നമ്മുടെ ചിന്തിക്കാനുള്ളയും ആ ഒരു ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുവാണ്. നമ്മളതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരൊറ്റ സ്പോട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഒരു സ്പെസിഫിക് സ്പോട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ആ കഴിവ് അല്ലെങ്കിൽ നമുക്ക് ആ ചിന്തിക്കാനുള്ള പ്രവർത്തിക്കാനുള്ള ആ ഒരു കഴിവ് അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയാവും. നമ്മുടെ ശരീരം പല രീതിയിൽ നമ്മൾ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെയും ഒരു ചെറിയ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബലപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ആർക്ക് വേണമെങ്കിൽ വളരെ അനായാസം ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ നിന്ന് വളരെ അനായാസം ചെയ്യാൻ സാധിക്കുന്ന, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഫോക്കസും ചിന്തിക്കാനുള്ള അളവൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് എക്സസൈസ് ആയിരിക്കും ഞാൻ നിങ്ങളോട് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് ചെയർ എക്സസൈസ് ആണ്. വേറൊന്നുമല്ല, ഇക്കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതെ ഒരു ചെയറിലിരിക്കുക. പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ആക്ച്വലി ഇത് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾ അനങ്ങാതെ ഒരു ചെയറിൽ ഒരു 15 മിനിറ്റിൽ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ആ കോൺസെൻട്രേഷൻ പവർ കൂടും. എന്നാൽ ഇതിന് പ്രത്യേകം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൈയോ കാലോ നിങ്ങളുടെ ബോഡിയിൽ ഒരു മസിൽസ് ഒന്നും തന്നെ ചലിപ്പിക്കാനായിട്ട് പാടില്ല. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആയിട്ട്, കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ട്, അല്ലാതെ നിങ്ങൾ ബലം കൊടുത്ത് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്തിട്ട് എക്സസൈസിന് പ്രയോജനം ഉണ്ടാകാനും പോകുന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു കസേരയിൽ കണ്ണടച്ചാണോ എങ്ങനെയായിരുന്നാലും ഇരുന്ന് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആയി കൈകളിലുള്ള മസിൽസോ കാലുകളിലെ ഒരു മസിൽസും തന്നെ ചലിപ്പിക്കാതെ വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചാൽ, ഒരു 15 മിനിറ്റ് ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ ഇരട്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യം നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് പറ്റുന്ന ഒരു കാര്യമല്ലായിരിക്കും. ആദ്യം ഒരു 4-5 മിനിറ്റ് ട്രൈ ചെയ്യുക, പിന്നെ ഒരു 10 മിനിറ്റ് ആക്കുക. അങ്ങനെ പതിയെ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത രണ്ടാമത്തെ എക്സസൈസ് നമ്മുടെ ഹെഡും കൈയും എല്ലാം ഉപയോഗിച്ചുള്ള അത് സിമ്പിളായിട്ട് എക്സസൈസാണ്. നമ്മുടെ വലത്തെ കൈ എടുക്കുക. വലത്തെ കൈ എടുത്ത് നിങ്ങളുടെ സ്ട്രെയിറ്റ് ആയിട്ട്, ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല, ഓക്കെ, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. ആദ്യം നമ്മുടെ ഷോൾഡറും നമ്മുടെ ഫേസും വരുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് കൈ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ടിപ്പുണ്ടല്ലോ, നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്പിലേക്ക് നമ്മൾ ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ നോക്കുക. നോക്കിയതിന് ശേഷം നമ്മുടെ കണ്ണുകൾ ചലിപ്പിക്കാതെ, കണ്ണുകൾ എപ്പോഴും ആ ഒരു സ്പോട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ ഹെഡ് മാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഏത് വശത്തോട്ടായിരുന്നാലും, വലത്തോട്ടായിരുന്നാലും ഇടത്തോട്ടായിരുന്നാലും, നിങ്ങൾ ഏത് വശത്തായിരുന്നാലും റൊട്ടേറ്റ് ചെയ്യുക. ആ ഒരു സ്പോട്ടിൽ നോക്കിയതിന് ശേഷം ഹെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, പതിയെ റൊട്ടേറ്റ് ചെയ്യുക, മെല്ലെ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെയ്യുക. 5 മിനിറ്റ് ഓക്കെ. നിങ്ങൾക്ക് പക്ഷേ കുറച്ച് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈ കഴക്കുന്നതാണ് നിങ്ങൾക്ക് ഫീൽ ഉണ്ടാവും. അത് മാത്രമല്ല, അത് നിങ്ങളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും വിറയ്ക്കുന്നുണ്ടാവും. നിങ്ങൾ കൈ കഴക്കുന്ന കൊണ്ടല്ല, അല്ലാതെ നിങ്ങളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടാവും. ഈ വിറകൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ വിറകൾ നിങ്ങൾക്ക് എന്ന് കുറയുന്നുണ്ടോ അന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺസെൻട്രേഷൻ കൂടി എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യം വലത്തെ കൈയിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇടത്തെ കൈയിലും ഇതേപോലെ 5 മിനിറ്റ് ഇതേപോലെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കൈ ചലിപ്പിക്കാത്ത, കൈ അനങ്ങാതെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് മാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ണുകൾ നോക്കിയിട്ട് കണ്ണുകൾ ചലിപ്പിക്കാതെ തല മാത്രം റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങളൊരു 5 മിനിറ്റ് 2 കൈയിലും 5 മിനിറ്റ് ചെയ്യുക. നമ്മൾ ടോട്ടൽ 10 മിനിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ കൂടും. അടുത്ത മൂന്നാമത്തെ എക്സസൈസ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതുമായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ള എക്സസൈസ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഇനി നിങ്ങൾ സ്ട്രെയിറ്റ് നിങ്ങൾ ഫോർവേഡ് ഇങ്ങനെ വയ്ക്കുക. വച്ചതിന് ശേഷം അതിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. പറയുമ്പോൾ കൈ അനക്കുക. ഇതിന് നമ്മൾ അതേ കാര്യം തന്നെയാണ്, കൈകൾ ചലിപ്പിക്കാൻ പാടില്ല. കൈ സ്ട്രെയിറ്റ് വയ്ക്കുക. അതിനുശേഷം ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് വളരെ കോൺസെൻട്രേറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക.
പതിയെ നിങ്ങൾക്ക് പക്ഷേ കൈ കളയ്ക്കുന്ന കണ്ടായി തോന്നുന്നുണ്ടാവും. പക്ഷേ കൈ നമ്മൾ ഒരിക്കലും ചലിപ്പിക്കാനായിട്ട് പാടില്ല. സ്ട്രെയിറ്റ് വയ്ക്കുക, കൈകളിൽ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇതൊരു നിങ്ങൾക്ക് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ 5 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലായിരിക്കും. 1 മിനിറ്റോ 2 മിനിറ്റോ ചെയ്യുക. അങ്ങനെ പതിയെ കൂട്ടി 5 മിനിറ്റിലേക്ക് നിങ്ങൾ എത്തിക്കുക. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം വേറൊന്നുമല്ല, നമ്മുടെ വോളണ്ടറി മസിൽസ്, നമ്മുടെ മസിൽസ് എല്ലാം അതിന് സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കത്തില്ലേ, ഇങ്ങനെ കഴിക്കുന്ന കാര്യം മൊത്തത്തിൽ ആ വോളണ്ടറി മസിൽസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ വിൽ പവർ ഉപയോഗിച്ച്, നിങ്ങളുടെ മൈൻഡ് ഉപയോഗിച്ച്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ആ ഒരു കഴിക്കുന്ന ആ ഒരു ഫീലിനെ ഓവർകം ചെയ്ത് നിങ്ങൾ ആ മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ കൂടും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ എക്സസൈസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം വലത്തെ കൈയിൽ ചെയ്യുക, പിന്നെ അതിനുശേഷം ഇടത്തെ കൈയിൽ റിപ്പീറ്റ് ചെയ്യുക. അടുത്ത 4-മതായി സ്മെല്ല് ഉപയോഗിച്ചുള്ള എക്സസൈസാണ്. സ്മെല്ല് ഉപയോഗിച്ച് എന്ത് എക്സസൈസ് അല്ലേ, പക്ഷേ നിങ്ങൾ ആക്ച്വലി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ഒന്ന് സ്മെല്ല് ചെയ്യുക, നല്ല ഹെവി ആയിട്ടൊന്ന് ബ്രീത്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ചുറ്റുമുള്ള മണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും. ചുറ്റുമുള്ള എന്തൊക്കെയാണ് പുതിയ സ്മെല്ലുകളും, ഫ്ലവറിൻ്റെ ആയിരുന്നാലും എന്ത് ഗാർബേജിൻ്റെ അടുത്തൊന്നും പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ കോർപ്പറേഷൻ അടുത്തൊന്നും പോയി മണത്ത് നോക്കാനല്ല പറയുന്നത്, മണത്ത് നോക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങൾ മണത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഒരു പൂവിൻ്റെ മണമാണെന്ന് കരുതുക. ആ ഒരു പൂവിൻ്റെ മണം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് മനസ്സിൽ കരുതുക. എന്നിട്ട് അതിനെ മാത്രം ചിന്തിച്ചതിന് ശേഷം അതിനെ മാത്രം സ്പെസിഫിക് ആയിട്ട് ആ ഒരു സംഗതിയെ മാത്രം ആലോചിച്ച് അതിൻ്റെ മണം മാത്രം നിങ്ങൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളാനായിട്ട്, കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു പൂർണ്ണമായിട്ട് സ്മെല്ല് മണത്തതിന് ശേഷം ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണെന്ന് വേർതിരിക്കാനായിട്ട് മണത്ത് നിങ്ങൾ ശ്രമിക്കുക. എല്ലാ എക്സസൈസും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. കാരണം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് മണത്തറിയാൻ സാധിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള സ്മെൽസ് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആക്ച്വലി നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ ആ ഒരു ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അടുത്ത 5-മത്തെ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റിയാണ്. നിങ്ങൾ വേറെ ഒന്നുമല്ല, നിങ്ങൾ കട്ടില്ല എന്നാൽ എവിടെ നിന്നാലും കിടന്ന് നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ കിടക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ അങ്ങ് മനസ്സിലാവും ആ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ആ ഒരു ഫീല്. നിങ്ങൾ കിടന്നതിന് ശേഷം റിലാക്സായി ആ ഹാർട്ട് ബീറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന കാര്യവും ആ ബ്ലഡ് പമ്പ് ചെയ്ത് നമ്മുടെ കൈകളിലൂടെയും കാലുകളിലൂടെയും ഇങ്ങനെ നമ്മുടെ ബോഡി ഫുള്ള് സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ ഓരോ ബീറ്റും ഓരോ പ്രാവശ്യം സർക്കുലേറ്റ് പോകുന്ന കാര്യം നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. കുറച്ച് നേരം എന്ന് പറയുമ്പോൾ പതിയെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ബ്ലഡ് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് പാസ് ചെയ്യുന്ന പോകുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത 7-മതായി കണ്ണാടി ഉപയോഗിച്ചുള്ള ഒരു സിമ്പിൾ എക്സസൈസാണ്. നമ്മളൊരു കണ്ണാടി മുൻപിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല സ്റ്റേൺ ആയിട്ട് ചെന്ന് നിൽക്കുക. അതിനുശേഷം നമ്മുടെ കണ്ണ് വരുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ 2 മാർക്കിങ് എന്തെങ്കിലും 2 മാർക്കിങ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആ സെയിം ഹൈറ്റിൽ കേട്ടോ, അതിനുശേഷം അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് അതിനൊന്ന് സ്റ്റെയർ ചെയ്യുക. നിങ്ങൾ ആ ഒരു സ്പെസിഫിക് സ്പോട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത 2 സ്പോട്ടിലോട്ടും നിങ്ങൾ സ്റ്റെയർ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് ആ ഒരു വിഷ്വൽ നിങ്ങൾ കാണുന്ന ദൃശ്യം എന്താണോ അതിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റൊരു ചിന്തയും മനസ്സിൽ വരാതെ മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കാതെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മറന്ന് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. അതിനോടൊപ്പം നിങ്ങൾ ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ശ്വാസം നല്ല രീതിയിൽ വലിച്ചെടുക്കുക, പിന്നെ പതിയെ മെല്ലെ റിലീസ് ചെയ്യുക. പിന്നെ വീണ്ടും ശ്വാസം നല്ല രീതിയിൽ നമുക്ക് പറ്റുന്ന മാക്സിമം വലിച്ചെടുക്കുക, പിന്നെ പതിയെ റിലീസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പവർഫുൾ ഫീലും അതിനൊപ്പം തന്നെ ഒരു ധൈര്യമൊക്കെ കിട്ടാനായിട്ട് ആരംഭിക്കും. പുറമേയൊക്കെ പോകാൻ ഒരു ഷൈനസ് ഉള്ള ആൾക്കോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു ധൈര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും സ്വന്തമായി നമ്മുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻസ് കാണാൻ സാധിക്കും. നമ്മൾ എങ്ങനെയാണ് ബാക്കിയുള്ളത്, നമ്മൾ എന്താണ് വിഷ്വലൈസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. മൊത്തത്തിൽ നമുക്ക് സ്വന്തമായി നമ്മളെക്കുറിച്ചൊരു ഐഡിയ കിട്ടുകയും പുറമേ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. ഇത് ഗ്രാജ്വലി മറ്റാളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്ന ഒരു പേടിയൊന്നും നമുക്ക് കൂടാതെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം ഇത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്ഷൻ വരുത്താൻ നോക്കും. ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവൻ എന്ത് കരുതും, അവൾ എന്ത് കരുതും,
ആ ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉണ്ടാവുക. ഏറ്റവും തെറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും തൃപ്തിപ്പെടുത്താനായിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം, ഒരു സ്പെസിഫിക് ആയിട്ട് വേണ്ടി മാത്രം തൃപ്തിപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും, പല രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കാം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മൊത്തത്തിൽ ഒരു അഭിപ്രായം തേടി നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്ന ആ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ളത്. എന്ത് കാര്യമായിരുന്നാലും ഇങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻസ് നേടാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ ഈ എക്സസൈസ് വെറും 3 മിനിറ്റ് മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വസിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ആദ്യം ഒരു ലെഫ്റ്റ് സൈഡ് നോസിനെ നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഡീപ് ബ്രത്ത് എടുക്കുക. നല്ല രീതിയിൽ ശ്വാസം വലിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഇത് മെയിൻ കാര്യമാണ് കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ നട്ടലൊരിക്കലും വളയ്ക്കാനായിട്ട് പാടില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിഫായിട്ട് നല്ല രീതിയിൽ ഇരിക്കുക. അതിനുശേഷം ബ്രെത്ത് നല്ല രീതിയിൽ ഇൻടേക്ക് ചെയ്യുക. ഒരു നോസ് അടച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇൻടേക്ക് ചെയ്യുക, പിന്നെ എക്സൈൽ ചെയ്യുക. വീണ്ടും ഇൻടേക്ക് ചെയ്യുക, എക്സൈൽ ചെയ്യുക. മിനിമം ഒരു 20 തവണയെങ്കിലും ഇങ്ങനെ നിങ്ങൾ എക്സൈലും ഇൻഹേലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ലെഫ്റ്റ് സൈഡും ഇതുപോലെ സെയിം ആയിട്ട് ഈ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക. അടുത്ത 9ാമത്തെ കാര്യം നമ്മുടെ ആഗ്രഹങ്ങളെ പറ്റിയാണ് കേട്ടോ. ഒരു വ്യക്തിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക. നിങ്ങൾ പറയുന്ന കാര്യം കൊണ്ട് ബാക്കിയുള്ളവരെ സൂചിപ്പിച്ചിട്ടൊന്നും നിങ്ങൾക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യാൻ പഠിക്കുക. അല്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാനോ അല്ലെങ്കിൽ ഗോസിപ്പും ആവശ്യമില്ലാതെ എന്തെങ്കിലും ഉടായ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചുമ്മാ നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. നല്ലൊരു അറിവ് പകർന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, എന്തെങ്കിലും ഡിസയർ, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ ആൾക്കാരോട് പെരുമാറുകയും ആൾക്കാരോട് സംസാരിക്കുകയും ഒന്നും ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. ഇത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയുമില്ല, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ നിങ്ങൾ ചെന്ന് എത്തിപ്പെടുകയുമില്ല. അതുകൊണ്ട് കോൺസെൻട്രേഷൻ പവർ കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത്, നിങ്ങളുടെ മനസ്സിൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരിക. അടുത്ത 10ാമതായി നിങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഉള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്റ്റോറിയോ അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ ന്യൂസ് പേപ്പർ എന്തെങ്കിലും വായിക്കുക, ഒരു ഹെഡിങ്ങോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മുഴുവനായി വായിച്ചൊരു കണ്ടന്റ് മനസ്സിലാക്കിയെന്ന് കരുതുക. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണോ ആ പൂർണ്ണമായി ആ ഒരു ഫുൾ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം മാത്രം വളരെ ഷോർട്ടായിട്ട് മാക്സിമം കുറച്ച് വേർഡ്സിൽ ആ ഒരു കാര്യം ഫുള്ളായി ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി നോക്കുക. നിങ്ങൾക്കപ്പോൾ സ്വന്തമായിട്ട് വിലയിരുത്താൻ സാധിക്കും നിങ്ങൾ എന്തുമാത്രമാണ് വായിച്ചതെന്ന്, നിങ്ങൾക്ക് എന്തുമാത്രമാണ് മനസ്സിലായതെന്നും, നിങ്ങൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യാൻ സാധിച്ചു എന്നും. അതുകൊണ്ട് നിങ്ങളുടെ ബുക്ക് എന്തെങ്കിലും വായിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 20 മിനിറ്റ് നിങ്ങൾ വായിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഒരു കാരണവശാൽ നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം ആ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഒന്നും ഓർമ്മ കാണത്തില്ല. പക്ഷെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് വായിക്കുന്ന കാര്യമായിരുന്നാലും ആ ഒരു കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സിന് സൂക്ഷിച്ച് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പഠനത്തിന് വളരെ നല്ലതായിട്ട് ഉപകാരപ്പെടും കേട്ടോ. വളരെ സിമ്പിൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് എക്സസൈസാണ് നിങ്ങളോടൊപ്പം ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതലായിട്ട് ഇൻഫർമേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എക്സസൈസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ആദർശ്. താങ്ക്സ് ഫോർ വാച്ചിങ്.